60 വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള സ്നേഹസംഗമം. പ്രായമായവരുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്താനായി രൂപം നൽകിയ കൂട്ടായ്മയാണ് യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് യങ് സീനിയേഴ്സ് ക്ലബ്ബ് കാസർകോട്ട് വെച്ച് യങ് സീനിയേഴ്സ് മീറ്റപ്പ് സംഘടിപ്പിച്ചത്. വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ, ഒരു വിഷാദഗാനം ഞാൻ. നീലത്താമര വിടരും നിന്നോട് നീർമിഴി നിറയില്ലെങ്കിൽ, നീർമിഴി നിറയില്ലെങ്കിൽ ഏകാന്തതയിൽ നീയും ഞാനും എല്ലാം മറന്നൊരു നിമിഷത്തിൽ. സമൂഹത്തിൽ വയോധികർ നേരിടുന്ന വെല്ലുവിളികൾ ചടങ്ങിൽ ചർച്ചയായി. പ്രായമായാൽ ആരോഗ്യം എങ്ങനെ ശ്രദ്ധിക്കണമെന്നും സമൂഹത്തിൽ നിന്നും വയോധികർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയ ചർച്ചകൾ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് റിയാസ് ഹസന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. യങ് സീനിയേഴ്സ് മീറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ള 60 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളുടെ ഒരു ഗെറ്റ് ടുഗദറിലുപരി നമ്മൾ അതിനകത്തൊരു വെൽനസ് ഒരു ഗെറ്റ് ടുഗദറാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഹെൽത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഗെയിം ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ ഇത് ഗ്രൂപ്പ് ഓഫ് ഒരു ഡോക്ടറും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ, പിന്നെ എൻ്റർടൈൻമെൻറ്റ് എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് യങ് സീനിയേഴ്സ് മീറ്റപ്പ്. ഫിസിക്കലി അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാകും, അതുകൂടാതെ അവർക്ക് മെൻ്റലി കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഫിസിക്കലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളായിട്ട് പല പ്രശ്നങ്ങളായിട്ട് വരും. മെൻ്റലി എന്ന് പറയുമ്പോൾ അവർക്ക് ഒറ്റപ്പെടുന്നതിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. പ്രായം കൂടുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഒറ്റപ്പെടലാണ്. അപ്പോൾ അതിന് നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് അതിലെല്ലാവരും ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഫീലിങ്സിൽ നിന്ന് മാറ്റം വരാൻ പറ്റും. തുടർന്ന് കലാപരിപാടികളും ഗെയിം സെക്ഷനും സംഘടിപ്പിച്ചതോടെ വയോധികരും ഡബിൾ ഹാപ്പി. പുതിയൊരു അനുഭവം ഈ പ്രായത്തിൽ, അതുകൊണ്ട് വളരെ നല്ല അഭിപ്രായം. പ്രായം കുറേ അതൊരു നമ്പറല്ലേ പ്രായം. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റുകൾ, അതിൽ സമാധാനം വളരെ നന്നായി. എല്ലാം നന്നായിട്ടുണ്ട്, നല്ല എൻജോയ്മെൻറ്റ് ചെയ്ത്. ഓക്കെ, നല്ല ഫീഡ്ബാക്ക്, നല്ല എൻജോയ് ചെയ്തു. പ്രായത്തിൻ്റെ ഒരു മതിൽപിടുത്തത്തിൽ ചെറിയൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ പരിചയമില്ലാത്തതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട് ചെയ്യാനൊക്കെ. വളരെ സന്തോഷം ആയ ഒരു ഫീലിംഗ് ഉണ്ട് ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞാൽ. നല്ലൊരു അനുഭവമാണ്. മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കാം. നല്ല ആരോഗ്യത്തിന് കുറച്ച് മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ട്. പല കാര്യങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം ഡോക്ടറിൽ നിന്ന് കിട്ടിയ ആൻസർ ഇതിൻ്റെ. പിന്നെ ആരോഗ്യപരമായിട്ടുള്ള നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയുള്ളത്. പരിചയമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, പുതിയ സുഹൃത്തുക്കളെ കിട്ടി. പ്രത്യേകിച്ച് ഈ ഏജിൽ ഇതെല്ലാം മനസ്സിനൊരു ഉല്ലാസത്തിന് വേണ്ടി ഇതാണ് ആവശ്യമുള്ളത്. ഫ്രണ്ട്സാണ്, എൻജോയ് ചെയ്തു തീർച്ചയായിട്ടും. ഫിസിക്കലി, മെൻ്റലി, ഓഫ്കോഴ്സ് ഓൾറൗണ്ട്. ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നുമായി 30ഓളം ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ കേരളത്തിലുടനീളം യങ് സീനിയേഴ്സ് മീറ്റപ്പ് നടത്താനാണ് ഫൗണ്ടേഷന്റെ തീരുമാനം. റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർകോട്.